മൂന്നാം വയസ്സിൽ പോളിയോ ബാധിച്ച് പൂർണ്ണമായും കിടപ്പിലായ യുവതിക്ക് 33 വർഷമായി ഡിസബിലിറ്റി പെൻഷൻ നിഷേധിച്ച് എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ. ഏറ്റുമാനൂർ വടക്കേനട അശ്വതി നിലയത്തിൽ ആശാ നായർക്കാണ് പെൻഷൻ അനുവദിച്ചു നൽകാത്തത്. അശ്വതിയുടെ അച്ഛൻ പരേതനായ KS രാമചന്ദ്രൻ നായർ കോട്ടയം ടെക്സ്റ്റൈൽസിലെ വർക്കറായി ജോലി ചെയ്യുകയായിരുന്നു. 1998 മുതൽ രാമചന്ദ്രൻ നായർ പെൻഷനായി. അന്നു മുതൽ ലഭിക്കേണ്ട പെൻഷനാണ് അധികൃതരുടെ അനാസ്ഥയിൽ ഇന്നും ലഭിക്കാതെയിരിക്കുന്നത്. 3 വയസ്സിൽ പോളിയോ കുത്തിവയ്പ് എടുത്ത ശേഷം തുടർച്ചയായി അപസ്മാരം ഉണ്ടാവുകയും തലച്ചോറിന്റെ വളർച്ചയെ ബാധിക്കുകയും ചെയ്തു. ഇതേ തുടർന്ന് മാനസിക വൈകല്യമുണ്ടായി. പിന്നീട് പൂർണ്ണമായും ശരീരം തളർന്ന് കിടപ്പിലായ അവസ്ഥയിലായി. ആശ ഡിസബിലിറ്റി പെൻഷൻ ലഭിക്കുന്നതിനായി ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ സമർപ്പിച്ച ശേഷവും രാമചന്ദ്രൻ നായർ PF ഓഫീസിൽ നിരന്തരം കയറിയിറങ്ങിയെങ്കിലും അനുകൂലമായ നിലപാട് സ്വീകരിക്കാൻ അധികൃതർ തയ്യാറായില്ല. ഞങ്ങളിപ്പം അച്ഛൻ മരിച്ചിട്ടും അമ്മ മരിച്ചിട്ടും 6 വർഷത്തോളമായിട്ടുണ്ട്. അപ്പം പുള്ളിക്കാരിക്ക് അച്ഛൻ്റെ PFൻ്റെ പെൻഷൻ പുള്ളിക്കാരിക്ക് കിട്ടേണ്ടതാണ്. ഇങ്ങനെ ഡിസബിലിറ്റി ഉള്ള ആളായതുകൊണ്ട് അത് കിട്ടേണ്ടത്. അപ്പോൾ അത് അച്ഛൻ ഇരിക്കെ തന്നെ കിട്ടേണ്ട പകുതി ഒരു ശതമാനം കിട്ടേണ്ടത്. അപ്പോൾ അതും കിട്ടിയിട്ടില്ല. ഇപ്പം മരിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇത്ര നാളും ഓരോ ഓഫീസുകളിലും കയറി ഇറങ്ങി PF ഓഫീസിലും പല കാര്യങ്ങൾക്കും കയറി ഇറങ്ങി ഇതുവരെ ഞങ്ങൾക്ക് അതിൻ്റെ ഒരു നടപടി ആയിട്ടില്ല ഇതുവരെ. 2015 ആശയുടെ അമ്മ K. ഇന്ദിരാദേവി മരിച്ചു. തളർന്നു കിടക്കുന്ന മകൾക്ക് പെൻഷൻ ലഭിക്കുന്നതിന് PF ഓഫീസിൽ കയറി ഇറങ്ങിയ രാമചന്ദ്രൻ നായർ 2016 മരിച്ചു. 1999 സെക്ഷൻ 14 പ്രകാരം ഗവൺമെന്റ് ഓഫ് ഇന്ത്യ മിനിസ്ട്രി ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെന്റിന്റെ നേതൃത്വത്തിൽ ആശയുടെ ലീഗൽ ഗാർഡിയനായി അനിയത്തിയായ ശ്രീകല നായരെ നിയമിച്ചു. വർഷങ്ങളായി പെൻഷൻ ലഭിക്കാത്തതിനെ തുടർന്ന് വിവരാവകാശ നിയമപ്രകാരം 2010 ഒക്ടോബർ 20 ശ്രീകല അപേക്ഷ സമർപ്പിച്ചു. 5 മാസത്തിന് ശേഷം 2021 മാർച്ച് 16 മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റിനു വേണ്ടി ആശയെ കോട്ടയം ജനറൽ ആശുപത്രിയിൽ ഹാജരാകണമെന്നും വിവരാവകാശ നിയമപ്രകാരം അയച്ച അപേക്ഷയുടെ മറുപടിയായി ലഭിച്ചു. കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നും 2003 അനുവദിച്ച പെർമനന്റ് ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് നിലനിൽക്കുമ്പോഴാണ് എംപ്ലോയീസ് പ്രൊവിഡൻസ് ഫണ്ട് ഓർഗനൈസേഷൻ വീണ്ടും സർട്ടിഫിക്കറ്റ് ഹാജരാക്കണമെന്ന് ആവശ്യപ്പെട്ടത്. ഇതിനെ തുടർന്ന് ആശയെ വീണ്ടും ആംബുലൻസിൽ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ച് പരിശോധനയ്ക്ക് വിധേയമാക്കുകയും ചെയ്തു. സർട്ടിഫിക്കറ്റ് DMO ഓഫീസിൽ നിന്ന് 2021 ഏപ്രിൽ 30 എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ റീജിയണൽ PF കമ്മീഷണർക്ക് അയക്കുകയും ചെയ്തെങ്കിലും നാളിതുവരെ ആശയ്ക്ക് പെൻഷൻ ലഭിച്ചു തുടങ്ങിയിട്ടില്ല. അച്ഛൻ മരിച്ചിട്ട് പെൻഷൻ പറ്റിയത് 98 പെൻഷൻ പറ്റിയതാണ്. 98 പെൻഷൻ പറ്റിയിട്ട് ശരിക്കും പറഞ്ഞാൽ ഈ മേലാത്ത ഒരാളുണ്ടെങ്കിൽ ആ പെൻഷൻ്റെ ഇത്ര ശതമാനം ഈ ഡിസബിലിറ്റി ഉള്ള ആൾക്കാർക്ക് കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഇതുവരെയായിട്ടും ഇത്ര വർഷമായിട്ടും കിട്ടിയിട്ടില്ല. നമ്മൾ VFലൊക്കെ പ്രാവശ്യം കയറി ഇറങ്ങിയിട്ടൊന്നും അവർ 100% ഡിസബിലിറ്റി ഉണ്ടെങ്കിൽ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിലേ അത് കൊടുക്കത്തുള്ളൂ. അപ്പോൾ 75% പെർമനന്റ് സർട്ടിഫിക്കറ്റ് ഉണ്ട്. ഇപ്പോൾ അത് പോരാ എന്ന് പറഞ്ഞുകൊണ്ട് ഈ കഴിഞ്ഞ ആഴ്ച വീണ്ടും ആശുപത്രിയിൽ താലൂക്ക് ആശുപത്രി കൊണ്ട് ഹാജരാക്കി വീണ്ടും സർട്ടിഫിക്കറ്റ് എടുപ്പിച്ചു. എന്നിട്ടൊന്നും പിന്നെ അതിനെപ്പറ്റി വലിയ അനക്കയില്ല. പിന്നെ അതുപോലെ ആശ്വാസകിരൺ എന്ന് പറയുന്നൊരു പദ്ധതിയുണ്ട് ഈ നോക്കുന്ന ആളെ വേണ്ടി. അതിനൊരു 3 വർഷം മുമ്പ് നമ്മളതിൻ്റെ അപേക്ഷ കൊടുത്തു. ഇതുവരെയായിട്ടും 1500 രൂപ വെച്ച് കിട്ടുന്നുണ്ടായിരുന്നു. ഇതുവരെയും കിട്ടിയിട്ടില്ല. അത് കൊടുക്കേണ്ടതാണ്. ഇതുവരെയായിട്ടും അത് കൊടുത്തിട്ടില്ല. പിന്നെ ഒരുപാട് പ്രാവശ്യം BF ഓഫീസിലെല്ലാം കയറി ഇറങ്ങി. അവർ അതിന് ഒരു നടപടി ഇതുവരെയായിട്ടും സ്വീകരിച്ചിട്ടില്ല. കൂടാതെ ആശയെ പരിചരിക്കുന്ന ശ്രീകലയ്ക്ക് ആശ്വാസകിരണം പദ്ധതി പ്രകാരം ലഭിക്കേണ്ട പെൻഷനും നാളിതുവരെയായിട്ടും ലഭിച്ചിട്ടില്ല. ഇത് സംബന്ധിച്ച് ഏറ്റുമാനൂർ ICDSൽ സമർപ്പിച്ച അപേക്ഷ കുമാരനെല്ലൂർ കോട്ടയം സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ കോർഡിനേറ്റർക്ക് നൽകിയതായി ജില്ലാ സാമൂഹ്യനീതി ഓഫീസർ രേഖാമൂലം മറുപടി നൽകിയെങ്കിലും നാളിതുവരെ നടപടി സ്വീകരിക്കാൻ അധികൃതർ തയ്യാറായില്ല. ശ്രീകലയുടെ ഭർത്താവും മൃദംഗ അധ്യാപകനുമായ PK വിജയകുമാറിന് ലഭിക്കുന്ന ഫീസ് കൊണ്ടായിരുന്നു ആശയുടെ ചികിത്സയും വീട്ടിലെ ചെലവുകളും കഴിഞ്ഞുപോയിരുന്നത്. എന്നാൽ കോവിഡ് പ്രതിസന്ധി കാരണം ആകെയുണ്ടായിരുന്ന വരുമാനവും നിലച്ച സ്ഥിതിയിലാണ്. i4U ന്യൂസ്, ഏറ്റുമാനൂർ.